എല്ലാ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് വാല്യുവേഷൻ അവസാനിച്ചു. റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെ, അതുപോലെ തന്നെ ഹൗ ടു ചെക്ക് +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് 2025 എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നുള്ള വിവരങ്ങളോടെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് 2025 2025 +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകളുടെ വാല്യുവേഷൻ ക്യാമ്പ് എന്ത് ചെയ്തേക്കാണ്, തിങ്കളാഴ്ചയോട് കൂടി തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ടാബുലേഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് തന്നെയാണ്, റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമോ എന്നുള്ളത്. റിസൾട്ട് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികൾക്ക് ഒരു ഏപ്രിൽ 25 30 അകം തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും. കാരണം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ +1 പരീക്ഷ നടന്നതിന് ശേഷം ഏതാണ്ട് ഒരു മാസത്തിനിടയിലാണ് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കാറ്. പക്ഷേ നിങ്ങളുടെ കേസിൽ അതിപ്പം ഇപ്പം ഞാനൊക്കെ 2022-24 ബാച്ചാണ്. അപ്പോൾ ഞാൻ 2022 പ്രവേശനം നേടിയ ശേഷം 23-ലാണ് എൻ്റെ +1 റിസൾട്ട് വരുന്നത്. 2023 ജൂലൈ 14-നാണ് എൻ്റെ +1 റിസൾട്ട് വരുന്നത്. അപ്പോൾ ജൂലൈ 14 +1 റിസൾട്ട് വന്ന ശേഷം പിന്നെ ഒരു മാസത്തിനകം തന്നെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടന്നു. അപ്പം ഞങ്ങളുടെ ബാച്ചായിരുന്നു കേട്ടോ ലാസ്റ്റ് ബാച്ച്. അത് +1 പരീക്ഷയ്ക്ക് ശേഷം സപ്ലിമെൻ്ററി പരീക്ഷ ഉടൻ തന്നെ നടത്തുന്ന അവസാന ബാച്ച് ഞങ്ങളുടെയായിരുന്നു. പിന്നെ വന്ന ബാച്ചാണ് നിങ്ങൾക്ക് മുതൽ എന്താണ്, നിങ്ങളുടെ ബാച്ച് മുതലാണ് എന്ത് ചെയ്തത്, നിങ്ങളുടെ +2 മെയിൻ പബ്ലിക് എക്സാമിനൊപ്പം തന്നെ നിങ്ങളുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും എഴുതേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ നേരിടുന്ന ആദ്യത്തെ ബാച്ച് നിങ്ങളാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ ബാച്ചിന് ആ തീരുമാനം വന്നായിരുന്നു. പക്ഷേ അന്ന് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയൊക്കെ കൂടുതൽ പരാതി പോയത് കാരണം ആ തീരുമാനം അടുത്ത വർഷത്തേക്ക് നീണ്ടുപോയി. വാട്ടെവർ, അത് ഞങ്ങളുടെ ലക്കായിരുന്നു. ലക്കായിട്ടാണ് തന്നെയാണ് കരുതുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ചെയ്തപ്പം എന്താണ്, പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ ആയതുകൊണ്ട് എന്താണ് കുറച്ചൊക്കെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പഠിക്കേണ്ടത് വലിയ തോതിൽ വന്നില്ല. പിന്നെ ഒരു കണക്കിരുന്ന് പറയുകയാണെങ്കിൽ ഈ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നിങ്ങളുടെ +2 മെയിൻ എക്സാമിൻ്റെ കൂടെ +2 പബ്ലിക് എക്സാമിൻ്റെ കൂടെ നടത്തുമ്പോൾ നിങ്ങൾക്കത് ശരിക്കും പാര തന്നെയാണ്. കാരണം വെച്ചാൽ ഒന്നാമത് നിങ്ങൾക്ക് രാവിലെ, ഞാൻ പണ്ടൊക്കെ പറയുമായിരുന്നു, രാവിലെ +1 പരീക്ഷ, വൈകിട്ട് +2 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതാണ് അവസ്ഥ. ഏറ്റവും വലിയ പോരായ്മ ഇതന്നെയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ +2 പഠിക്കുന്നതിനിടയ്ക്ക് തന്നെ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം പഠിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇന്നലെ പഠിച്ചത് ഓർമ്മയില്ല, പിന്നെ എന്തോ ഒരു വർഷം മുമ്പ് പഠിച്ചത്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയായിരിക്കും എല്ലാ വിദ്യാർത്ഥികളുടെ അവസ്ഥ. അപ്പോൾ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് എന്തായാലും ഈ 25-ാം തീയതിക്കോ 30-ാം തീയതിക്കോ അകം തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകൾ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് കേരളത്തിൽ ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ പ്രസിദ്ധീകരിക്കുള്ളൂ. കേരള results.nic.in എന്ന വെബ്സൈറ്റ്, കേരള results.nic.in എന്ന വെബ്സൈറ്റിൽ മാത്രമേ റിസൾട്ട് പബ്ലിഷ് ചെയ്യുള്ളൂ. കേരള results.nic.in എന്ന ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ പബ്ലിഷ് ചെയ്യുള്ളൂ. അതിൽ നിങ്ങൾക്ക് DHSC ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് 2025 എന്ന ലിങ്ക് വരും. ലിങ്ക് ഇപ്പോൾ നിലവിൽ അവിടെ ലഭ്യമല്ല. നിങ്ങൾക്ക് ആ ലിങ്ക് അവിടെ വരും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകിയിട്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഗൂഗിളിലോ ക്രോമിലോ കയറി കേരള results.nic.in സെർച്ച് ചെയ്യുക. തുറന്ന വരുന്ന പേജിൽ നിങ്ങൾക്ക് DHSC ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് 2025 എന്ന ലിങ്ക് ലഭ്യമാകും. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. ആ ലിങ്ക് അവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും ലഭ്യമാകുന്നതായിരിക്കും. എന്തായാലും വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഏപ്രിൽ 25-നും 30-നും തന്നെ നിങ്ങളുടെ റിസൾട്ട് വരും. കാരണം നിങ്ങളുടെ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. ഇനി ടാബുലേഷൻ വർക്കുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക, വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ടാബുലേഷൻ വർക്ക്. വെബ്സൈറ്റിൽ മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ടാബുലേഷൻ വർക്ക്. അതുകൊണ്ട് തന്നെ എന്തായാലും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ഉടൻ തന്നെ ലഭ്യമാകും. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് തന്നെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി പോലുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾക്കും അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾക്കും മറ്റ് അക്കാദമിക് ലെവലായ വിവരങ്ങൾക്കും എന്തെങ്കിലും അറിയിപ്പുകളുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഡിഗ്രി അഡ്മിഷനൊക്കെ ജൂണിൽ വരും. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ആ സമയത്ത് തന്നെ വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കും. ഇപ്പോൾ ഞാൻ SLC പഠിക്കുമ്പോഴേ വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ 1-ാം ക്ലാസ് മുതലുള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ
ചെറിയ ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഗ്രി വരെയുള്ള ഉപകാരങ്ങൾ നിങ്ങൾക്ക് പലതും ലഭിക്കുന്നുണ്ട്. കാരണം ഡിഗ്രി വരെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി അപ്ഡേറ്റുകൾ നമ്മൾ കൃത്യമായി അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.